പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുൻപാകെയും ഇരിക്കണമേ. ആമീൻ. Christ is in our midst. He is and he shall be forever. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 6 ദിവസമായി കാത്തിരിപ്പിൻ്റെ നാളുകളിൽ ഒരു വിശ്വാസ പഠന പരമ്പരയിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പഠനം അറിവ് നൽകുകയും അത് നമ്മെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പെന്തിക്കോസ്തി പെരുന്നാളിനായി സഭ ആകമാനം ഒരുങ്ങുകയാണ്. പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ ആത്മീയ തീക്ഷ്ണതയോടെ സഭ നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനകൾ, ജാഗരണങ്ങൾ, വേദപുസ്തക പഠനങ്ങൾ, അതിലൊക്കെയും ഏർപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പുതുക്കുവാൻ ദൈവം ഈ നാളുകളിൽ നമുക്ക് അനുഗ്രഹവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 6 ദിവസത്തെ പഠനം പൂർത്തിയായി 7-ാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. ഏവർക്കും ക്രിസ്തുനാമത്തിൽ ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് പെന്തിക്കോസ്തി പെരുന്നാളിനെ കുറിച്ചും പെന്തിക്കോസ്തി സംഭവത്തെക്കുറിച്ചും നമ്മുടെ വേദശാസ്ത്രം അല്ലെങ്കിൽ പരിശുദ്ധ പിതാക്കന്മാർ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്. സഭയിലെ എല്ലാ പിതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ കൃതികളെ ആസ്പദമാക്കിക്കൊണ്ട് പറയുവാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ചില ആശയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ പഠനം വയ്ക്കട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിൽ അപ്പോസ്തോലന്മാരും ശിഷ്യ സമൂഹവും 120 പേരായിരുന്ന ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് ശക്തി പ്രാപിച്ച് സത്യത്തെ സാക്ഷിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നു. ആ സാക്ഷ്യവും സത്യവും മുറുകെ പിടിച്ചുകൊണ്ടാണ് സഭയിലെ പിതാക്കന്മാർ, മാതാക്കൾ നമുക്ക് ഈ വലിയ സത്യത്തിൻ്റെ മർമ്മങ്ങൾ കൈമാറി തന്നിട്ടുള്ളത്. വേദപുസ്തകം നമുക്ക് അടിസ്ഥാനം, ആരാധന നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ, വേദശാസ്ത്രങ്ങൾ, അത് വളരെ പ്രാധാന്യം ഉള്ളതാണ്. The theology of the church is extremely important. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു? കാരണം നാം പൗരസ്ത്യ
സഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് we have an orthodox ethos. അതിനനുസരിച്ചാണ് നമ്മുടെ വേദശാസ്ത്രം ക്രമീകരിച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ പരിശുദ്ധ റൂഹ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി തന്നതാണ് അവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ പെന്തിക്കോസ്തി പെരുന്നാളിനെ കുറിച്ച് നമ്മെ എന്ത് പഠിപ്പിക്കുന്നുവെന്ന് ഇന്ന് നാം ശ്രദ്ധിക്കാം. നമുക്കറിയാമല്ലോ, പെന്തിക്കോസ്തിക്കാലം അത് സഭയുടെ ആരാധന ക്രമീകരണത്തെ 7 കാലങ്ങളുടെ ക്രമീകരണത്തിൽ ഒരു കാലമാണ് പെന്തിക്കോസ്തിക്കാലം. എന്നാൽ ഈ കാലമെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ സഹായിക്കുന്ന ചില ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് എന്നത് നാം കാണേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സഭയുടെ 7 ആരാധന കാലഘട്ടങ്ങൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തീവ്രത നൽകുന്നത്. ദ ഹോൾ ഇയർ, അല്ലാതെ വലിയ നോമ്പിന്റെ സമയത്ത് മാത്രമല്ല, 50 ദിവസം മാത്രമല്ല, അല്ലെങ്കിൽ 25 നോമ്പിന്റെ സമയത്ത് മാത്രമല്ല. ദ ഹോൾ ഇയർ, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും നാം ആത്മീയ ജീവിതത്തിൽ വളരേണ്ടവരാണ്. We are spiritual beings that have temporary earthly existence. നാം ആത്മീയരാണ്. നമുക്ക് ഭൗതികമായി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിത ശൈലി, നമ്മൾ ഭൗതികരാണ്, നമുക്ക് കുറച്ച് ആത്മീയ സമയമേ ഉള്ളൂ എന്നാണ് നാം ചിന്തിക്കുന്നത്. നേരെ തിരിച്ചാണ്. We are actually spiritual. We only have a temporary earthly life. അതുകൊണ്ട് നാം പുനരുത്ഥാന കാലം, പെന്തിക്കോസ്തി കാലം, അതിനുശേഷം മറുരൂപകാലത്തിലേക്ക് നാം കടക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. ഈ പെന്തിക്കോസ്തി കാലം ആദിമസഭയിൽ പുനരുത്ഥാന കാലത്തോട് യോജിച്ചിരുന്നതാണ്. കാരണം പെന്തിക്കോസ്തിയോ പുനരുത്ഥാനം കഴിഞ്ഞ് സ്വർഗാരോഹണവും പെന്തിക്കോസ്തിയും ഒന്നും വ്യത്യസ്ത പെരുന്നാളുകളായി ആദിമസഭ ആചരിച്ചിരുന്നില്ല. കാരണം വേദപുസ്തകം പഠിച്ചാൽ തന്നെ നമുക്ക് അറിയാം, പുനരുത്ഥാന കാലം എന്ന് പറയുന്നത് ഉത്ഥിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ വസിച്ച സമയം, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്. അതോടൊപ്പം പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് ഗുരു പഠിപ്പിച്ചതിനെ ആഴമായി മനസ്സിലാക്കുവാൻ ശിഷ്യ സമൂഹത്തിന് ശക്തിയും ധൈര്യവും കൃപയും നൽകുന്നു. അതുകൊണ്ട് പെന്തിക്കോസ്തിയും ഉത്ഥാന കാലത്തോടൊപ്പം ആചരിച്ചിരുന്നതാണ് പെന്തിക്കോസ്തി കാലവും. നോട്ട് സെപ്പറേറ്റ്ലി, വ്യത്യസ്തമായതല്ലായിരുന്നു, ഒന്നായിരുന്നു. ആദിമസഭയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ പെന്തിക്കോസ്തിയും സ്വർഗാരോഹണവും എല്ലാം വേദശാസ്ത്രപരമായി ഒരുമിച്ച് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച പെരുന്നാളുകളായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായി ഒരിക്കലും അത് ആഘോഷിച്ചിരുന്നില്ല. സ്വർഗാരോഹണം കർത്താവിൻ്റെ ഈ ലോകത്തിലെ ഭൗതിക ശുശ്രൂഷയുടെ സമാപനമായി, അല്ലെങ്കിൽ വിജയകരമായ സമാപനമായി അതിനെ സഭ കണക്കാക്കുകയും അതിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവ് വന്ന്
ശിഷ്യ സമൂഹത്തെ ധൈര്യപ്പെടുത്തി ഈ സത്യം ലോകത്തെ അറിയിക്കുന്നത്. അതുകൊണ്ട് സ്വർഗാരോഹണവും പെന്തിക്കോസ്തിയും ഒക്കെ ആദിമസഭയിൽ ഒരേ ദിവസം ആചരിച്ചിരുന്ന പെരുന്നാളുകളാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു എന്ന് മാത്രം. എന്നാൽ സഭയുടെ ഇന്നത്തെ ആരാധന കലണ്ടറിന്റെ ക്രമീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ Pentecost is the last and great day. ഇത് മഹത്തായ ദിവസമാണ്, ഇത് അവസാന ദിവസമാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അത് കാരണമുണ്ട്. ഇതിൽ പെന്തിക്കോസ്തിയുടെ പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് സഭയിന്മേൽ വന്ന് അവിടെ ഒരു പൂർത്തീകരണമാണ്. The fulfillment of the history of salvation. രക്ഷാ കാരുണ്യ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ. It is the fulfillment of the entire history of salvation. അതാണ് സഭ പെന്തിക്കോസ്തിയിൽ ആഘോഷിക്കുന്നത്. ഇത് ഒരു പൂർത്തീകരണം ആയിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു ആരംഭവും കൂടിയാണ്. It is the fulfillment of the entire history of salvation, but also the beginning of something new. പൂർത്തീകരണവും അതോടൊപ്പം ആരംഭവുമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ എന്നുള്ളത്. സഭാപിതാക്കന്മാർ അവരുടെ എഴുത്തുകളിൽ ആദ്യം പരാമർശിക്കുന്നത് ഈ പെന്തക്കോസ്ത് അല്ലെങ്കിൽ 50-ാമത്തെ എന്നുള്ളതാണ്. അതിന് തന്നെ ഒരു വേദശാസ്ത്രം പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പെന്തക്കോസ് ഗ്രീക്ക് ഭാഷയിൽ 50th 50-ാമത്തെ എന്നാണല്ലോ. വേദപുസ്തകത്തിൽ സംഖ്യകൾ എടുക്കുമ്പോൾ 50 എന്നുള്ള സംഖ്യ സമയത്തിന്റെ പൂർണ്ണതയും സമയത്തിന്റെ അപ്പുറവും സൂചിപ്പിക്കുന്നു. The fullness of time and that which is beyond time. സമയത്തിന്റെ പൂർണ്ണതയും സമയത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു. അത് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു. സോ 50 എന്നുള്ളത് 50 symbolizes the fullness of time, സമയത്തിന്റെ പരിപൂർണത. അതോടൊപ്പം സമയത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്ന ദൈവരാജ്യത്തെയും സൂചിപ്പിക്കുന്നു. അതിന് കാരണമുണ്ട്. ഏവർക്കും കണക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വേദപുസ്തകത്തിൽ 7 എന്നുള്ള സംഖ്യ പരിപൂർണതയെ, ഫുൾനെസ്, പരിപൂർണതയെ സൂചിപ്പിക്കുന്നത് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സമയത്തിന്റെ പരിപൂർണത 7 into 7 49. അത് സമയത്തിന്റെ പരിപൂർണതയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഈ 49ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ അത് 50 ആകും. സോ 7 times 7 49 plus 1. അത് പുതിയ ദിനത്തെ സൂചിപ്പിക്കുന്നു. സന്ധ്യയില്ലാത്ത ദിനം. അത് ദൈവത്തിന്റെ നിത്യരാജ്യത്തെ സൂചിപ്പിക്കുകയാണ്. 7 സമയത്തിന്റെ പരിപൂർണത. 7 into 7 49, the fullness of time, plus 1 equals 50. ആ ഒന്നെന്നുള്ളത് സമയത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്ന ദൈവരാജ്യം. അവിടെ സന്ധിയില്ലാത്ത
a new day without evening. അത് ദൈവത്തിൻ്റെ നിത്യ രാജ്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ റൂഹ ശിഷ്യ സമൂഹത്തിന്മേൽ ആവസിക്കുമ്പോൾ അത് രക്ഷയുടെ സമയമാണ്, വീണ്ടെടുപ്പിന്റെ സമയമാണ്, വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണമാണ്. അതോടൊപ്പം പരിപൂർണതയെ വെളിപ്പെടുത്തുന്നതാണ്, അതോടൊപ്പം ദാനങ്ങൾ നൽകുന്നതുമാണ്. So the descent of the Holy Spirit, a time of salvation, the work of redemption, the revelation of fullness, and the bestowing of all gifts. അത് ശിഷ്യ സമൂഹത്തിനും സഭയ്ക്കും ഇത് നൽകപ്പെടുകയാണ്, പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് രക്ഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, പരിപൂർണത വെളിപ്പെട്ടിരിക്കുന്നു, ദൈവം നമുക്ക് നൽകുവാനുള്ള ദാനങ്ങൾ നൽകിയിരിക്കുന്നു. പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിന്റെ ആവാസം മൂലം ശിഷ്യ സമൂഹത്തിന് ലഭിച്ചതാണ്, അത് നമുക്കും ലഭിച്ചതാണ്. അതുകൊണ്ട് now ഇതാണ് സമയം, this is the time. തന്നിട്ടുള്ള ദാനങ്ങളെ നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളെ, താലന്തുകളെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കും? നാം ക്രിസ്തുവിലായി തീർന്നിരിക്കുകയാണ്. അതിനാൽ നമുക്ക് ചില കൃപകളും നൽവരങ്ങളും ദാനങ്ങളും ലഭിച്ചിരിക്കുന്നു. ഇനിയും ഈ ദാനം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും എന്നുള്ള ഉത്തരവാദിത്വം is upon us. നമ്മളിൽ മേലാണ് ഈ ഉത്തരവാദിത്വം. കാരണം നാം നിത്യമായ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ we are participants and citizens of his kingdom. അവന്റെ രാജ്യത്തിലെ അംഗങ്ങളും അതിൽ പങ്കാളികളുമാണ്. അതിനനുസരിച്ച് വേണം നാം ജീവിക്കുവാൻ. ആ ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതും ആണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, let us celebrate Pentecost. നാം പെന്തിക്കോസ്തി ആഘോഷിക്കണം, പരിശുദ്ധാത്മാവിന്റെ ആവാസം ആഘോഷിക്കണം. ഇത് സ്വർണനാവുകാരനായ മോർ ഈവാനിയോസിന്റെ വാക്കുകളാണ്. 4-ാം നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് പോലീസിലെ ആർച്ച് ബിഷപ്പായിരുന്ന പരിശുദ്ധനായ മോർ ഈവാനിയോസ് പിതാവ് ഇപ്രകാരം പറയുന്നു, let us celebrate Pentecost. എന്താണ് നാം ആഘോഷിക്കുന്നത്? The appointed day of promise, വാഗ്ദത്തിന്റെ ദിവസമാണ്, വാഗ്ദാനം നിറവായ ദിവസമാണ്. അതോടൊപ്പം fulfillment of hope, കാര്യസ്ഥനെ പിതാവാം ദൈവം അയക്കും എന്നുള്ള ആ പ്രത്യാശയുടെ പരിപൂർണത ഇന്ന് പെന്തിക്കോസ്തിയിൽ സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം a mystery that is precious, അമൂല്യമായ ഒരു രഹസ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം, പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി സഭയുടെ സത്താണ് വെളിപ്പെട്ട് ലോകത്തിന് കാണുന്നത്. The very essence of the church is revealed. കാരണം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്.
2, പ്രവചിക്കുവാൻ അഭിഷിക്തരായി ശിഷ്യസമൂഹം. പൗരോഹിത്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ പഠിത്തമില്ലായിരുന്നവരെ, വിവേകമില്ലാതിരുന്ന ശിഷ്യ സമൂഹത്തെ ജ്ഞാനികളാക്കി തീർത്തതും ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും കഴിവുള്ളവരെയാണ് ദൈവം വിളിക്കുന്നത് എന്ന്. എന്നാൽ വിളിക്കുന്നവരെ പ്രാപ്തരാക്കുന്നതാണ് പരിശുദ്ധ റൂഹ. He doesn't call the talented, he equips those that he calls. പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നത് എന്നെ കൊണ്ടത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, ദൈവം വിളിച്ചതാണെങ്കിൽ നമ്മെ പ്രാപ്തനാക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ട് സമർപ്പണം, അർപ്പണം, ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള എളിയ മനോഭാവം, ഞാൻ ചെയ്താലേ ഇത് ശരിയാകൂ എന്നുള്ളതല്ല, ദൈവത്തിന് എൻ്റെ ബലഹീനതയിലും എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യമുള്ളപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ദൈവം യഥാർത്ഥമായി തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു മാറ്റുന്നത്. ഇത് വൈദിക വൃദ്ധിയിലേക്ക് വരുന്നവർ മാത്രമല്ല, സഭയുടെ ഏത് ശുശ്രൂഷയ്ക്കും, ലോകത്തിന്റെ ഏത് ശുശ്രൂഷയ്ക്കും ദൈവം വിളിക്കുന്നത് എളിമയുള്ള ഹൃദയവും സമർപ്പണമുള്ള ജീവിതവും അർപ്പണമുള്ള മനോഭാവമുള്ള ഹൃദയങ്ങളെയുമാണ് ദൈവം വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പട്ടംകൊടയിൽ തീനാവാൽ ശ്ലീഹരെ വിജ്ഞാനികളാക്കിയ റൂഹായാം പരനെ എന്ന് നാം പാടുന്നത്. അധികം പഠിപ്പില്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും പഠിപ്പില്ലാത്തവരെയാണ് ദൈവം വിളിച്ച് തൻ്റെ സത്യം അവർക്ക് കൊടുത്ത് ഇന്നും ആ സത്യം നമ്മളിലും ഇനിയും വരുവാനുള്ള തലമുറയിലും നിലനിൽക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് സഭയുടെ ഒരു ചിത്രീകരണമാണ്. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു, പൗരോഹിത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഏവർക്കും ദൈവിക ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ശിഷ്യ സമൂഹത്തിലുള്ളവർ, അല്ലെങ്കിൽ മീൻപിടുത്തക്കാർ ആയിരുന്നവർ സഭയുടെ തിയോളജിയൻസ്, വേദശാസ്ത്രജ്ഞന്മാർ ആയി എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മീൻപിടുത്തക്കാർ, ഫിഷർമെൻ ആസ് തിയോളജിയൻസ് അല്ലേ? നമ്മൾ ഇന്ന് ആ ശിഷ്യ സമൂഹത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ഏതേലും ദേവാലയത്തിലെ, അല്ലെങ്കിൽ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി നാം അവരെ തിരഞ്ഞെടുക്കുമോ? എന്നാൽ ക്രിസ്തു അവരിൽ ചില ക്യാരക്ടറിസ്റ്റിക് കണ്ടുകൊണ്ട് അവരെ വിളിച്ചു. ആ വിളിച്ച മുക്കുവന്മാർ സഭയുടെ ആദ്യത്തെ തിയോളജിയൻസ്, വേദശാസ്ത്ര പണ്ഡിതന്മാരായി എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെ സഭയെ പെന്തിക്കോസ്തിയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇത് സ്വർണനാവുകാരനായ മോർ ഈവാനിയോസ് പഠിപ്പിക്കുന്ന സത്യമാണ്. The Holy Spirit provides all, overflows with prophecy, fulfills the priesthood. He has taught wisdom to illiterates, has revealed fishermen as theologians. He brings together the whole council of the church. രണ്ടാമത് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. പെന്തിക്കോസ്തി സഭയുടെ ജന്മദിനമാണ് എന്നൊക്കെ ചില പഠിപ്പിക്കലുകൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. ഈ പഠിപ്പിക്കൽ
സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ ആദിമസഭയുടെ വളർച്ചയും ആരംഭവും ഒക്കെ ഉണ്ടതുകൊണ്ട് പലപ്പോഴും പെന്റിക്കോസ്റ്റ് ബർത്ത്ഡേ ഓഫ് ദ ചർച്ച് എന്ന് പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പിതാക്കന്മാരുടെ കൃതികളിൽ അവർ പറയുന്നത് the church existed before all other things. എല്ലാത്തിനും മുൻപേ സഭയുണ്ടായിരുന്നു എന്നുള്ളതാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതിൽ ഗ്രെഗറി ദ തിയോളോജിയൻ അല്ലെങ്കിൽ നാസിയാൻസസിലെ പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് പിതാവ്, അദ്ദേഹം കുസ്തന്തീനോസ് പോലീസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു 4-ാം നൂറ്റാണ്ടിൽ. ആ പിതാവ് ഇപ്രകാരം പറയുന്നു: The Church of Christ both before Christ and after Christ. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുൻപേയും സഭയുണ്ടായിരുന്നു, മനുഷ്യാവതാരം കഴിഞ്ഞും സഭയുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതേ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു The prophets established the church. സഭ സ്ഥാപിച്ചത് പ്രവാചകന്മാർ ആണ്. അതിനോട് കൂടിച്ചേരുകയായിരുന്നു അപ്പോസ്തോലന്മാരും ഏവങ്കേലിസ്തന്മാരും. ഏവങ്കേലിസ്തന്മാർ സുവിശേഷത്തിലൂടെ അതിനൊരു ചിട്ടയും ക്രമവും ഉണ്ടാക്കിയെന്നാണ് പരിശുദ്ധ ഗ്രിഗോറിയോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതേ പിതാവ് പറയുന്നു the church existed from the creation of the angels. മാലാഖമാരെ സൃഷ്ടിച്ചത് മുതൽ സഭയുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ സഭയുടെ അംഗങ്ങളാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. Angels are members of the church. So അവരെ സൃഷ്ടിച്ചത് മുതൽ സഭയുണ്ട് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. സൈപ്രസിലെ ബിഷപ്പായിരുന്ന, വീണ്ടും 4-ാം നൂറ്റാണ്ടിൽ സൈപ്രസിലെ ബിഷപ്പായിരുന്ന പരിശുദ്ധനായ മോർ എപ്പിഫാനിയോസ് പിതാവ് ഇപ്രകാരം പറയുന്നു: The universal church, സാർവത്രിക സഭ, കാലത്തിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതോടുകൂടി വെളിപ്പെടുകയായിരുന്നു. കാലത്തിന് അപ്പുറമായി സ്ഥിതി ചെയ്ത സഭ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്താൽ വെളിപ്പെട്ട് ലോകത്തിന് കാണപ്പെട്ടു എന്നാണ് സെയിന്റ് എപ്പിഫാനിയോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ദമസ്കോസിലെ സെയിന്റ് ജോൺ, അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠനും പുരോഹിതനും ആയിരുന്നു. മഹാപ്രശസ്തമായ മോർ സാബ മോനസ്ട്രിയിലെ ദമസ്കോസിലെ സെയിന്റ് ജോൺ തൻ്റെ എഴുത്തുകളിൽ സഭാ സ്ഥാപനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: The Holy Universal Church of God, ദൈവത്തിൻ്റെ പരിശുദ്ധ സാർവത്രിക സഭ, പരിശുദ്ധ പിതാക്കന്മാരുടെ കൂട്ടം, പാത്രിക്കീസന്മാരുടെ കൂട്ടായ്മ, പ്രവാചകന്മാരുടെ കൂട്ടായ്മ, അപ്പോസ്തോലന്മാരുടെ കൂട്ടായ്മ, ഏവങ്കേലിസ്തന്മാരുടെ കൂട്ടായ്മ, സഹദന്മാരുടെ കൂട്ടായ്മ, ആദ്യം മുതൽ ഇന്ന് വരെയുള്ള പിതാക്കന്മാരുടെയും പാത്രിക്കീസന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തോലന്മാരുടെയും ഏവങ്കേലിസ്തന്മാരുടെയും സഹദന്മാരുടെയും കൂട്ടമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ സാർവത്രിക സഭ എന്ന് സെയിന്റ് ജോൺ ദമാസ്കസ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഭ പെന്തിക്കോസ്തിയിലല്ല ജന്മം കൊണ്ടത്, അതിനു മുൻപ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ ശബ്ദത്തിൽ അപ്പോസ്തോലിക പിതാക്കന്മാരിൽ പ്രഥമനായ റോമിലെ
പരിശുദ്ധനായ മോർ ക്ലിമ്മീസ് പിതാവ്. അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. കൊറിന്ത്യർക്ക് എഴുതിയ പരിശുദ്ധ പിതാവിന്റെ 2-ാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: The church was created before the sun and the moon. The church exists now, not now for the first time, but hath been from the beginning. ഇപ്പോഴല്ല സഭയുണ്ടായത്, ആദ്യം മുതൽ സഭയുണ്ട് എന്ന് അപ്പോസ്തോലിക പിതാവ് തൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആദിമസഭയിലെ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരിശുദ്ധനായ മോർ ഐറേനിയസ് പിതാവ് സഭയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: Where the church is, there is the spirit. Where the spirit is, there is the church. എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സഭയുണ്ട്. അതുകൊണ്ട് സഭ ആദ്യം മുതൽ സഭയുണ്ട് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാക്കന്മാർ പെന്തിക്കോസ്തി അനുഭവം 3 പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം, it is the ordination and the baptism of the apostles. അപ്പോസ്തോലന്മാരുടെ, ശിഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ മാമോദീസായും പട്ടം കൊടയുമാണ് പെന്തിക്കോസ്തി ശുശ്രൂഷ എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. 2, സർവ രാജ്യങ്ങൾക്കും അപ്പോസ്തോലിക പ്രസംഗത്തിന്റെ ആരംഭം പെന്തിക്കോസ്തിയിലൂടെയാണ്. The commencement of the apostolic preaching to the nations. 3, the inauguration of the priesthood of the new Israel. പുതിയ ഇസ്രായേലിൽ പൗരോഹിത്യത്തിന്റെ ആരംഭം. Inauguration of priesthood of the new Israel. ഈ 4 കാര്യങ്ങൾ പെന്തിക്കോസ്തിയിൽ നടന്നതായി പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം, the ordination of the apostles. പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചത് പരിശുദ്ധ അപ്പോസ്തോലന്മാരുടെ പട്ടാഭിഷേകം ആണ്. അത് പ്രധാനമായി പറയുന്നത് അലക്സാന്ദ്രിയോസിലെ പാത്രിക്കീസ് ആയിരുന്ന പരിശുദ്ധനായ മോർ കൂറിലോസ് ആണ്. പരിശുദ്ധ കൂറിലോസ് പിതാവ് 5-ാം നൂറ്റാണ്ടിൽ ഏകദേശം 412 മുതൽ 444 വരെ അലക്സാന്ദ്രിയയിലെ പാത്രിക്കീസ് ആയിരുന്ന അദ്ദേഹം ഇപ്രകാരം പറയുന്നു: Our Lord Jesus Christ herein ordained the instructors and teachers of the world and the stewards of his divine mysteries. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് പട്ടം നൽകിയത് ഇന്നാണ്. അതോടൊപ്പം തൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ആക്കി എന്നുള്ളതാണ്. Stewards of his divine mysteries and ordained the instructors and teachers of the world. അപ്പോസ്തോലന്മാർ ലോകത്തിന്റെ ഗുരുക്കന്മാർ എന്ന് അലക്സാന്ദ്രിയോസിലെ മോർ കൂറിലോസ് പിതാവ് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ നൽവരം മൂലമാണ് ഇവർക്ക് ഇത് അല്ലെങ്കിൽ ഇവർ പ്രാപ്തരായെന്നും പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അപ്പോസ്തോലന്മാർ തന്നെയാണ് ദൈവികമായ അൽത്താരയുടെ പുരോഹിതന്മാരും ഗ്രഹവിചാരകന്മാരും. Stewards and priests of the divine altar. ദൈവികമായ ത്രോണോസിന്മേൽ പുരോഹിതന്മാരും ഗ്രഹവിചാരകന്മാരും കർത്താവായ യേശു ക്രിസ്തു പട്ടം നൽകിയ ഈ ഗുരുജനവും അല്ലെങ്കിൽ ഗുരുക്കന്മാർ, ലോകത്തിന്റെ ഗുരുക്കന്മാരും തൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ ഗ്രഹവിചാരകന്മാരും അപ്പോസ്തോലന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. Which means
Pentecost was the ordination of the apostles. അതോടൊപ്പം 7-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ജീവിച്ചിരുന്ന യെരുശലേമിലെ ബിഷപ്പായിരുന്നു സെയിന്റ് സഫ്രോനിയസ്. അദ്ദേഹം തന്റെ എഴുത്തുകളിൽ പറയുന്നു, after the visitation of the Comforter, the apostles became high priests. കാര്യസ്ഥൻ പാറക്കലീത്ത അവരെ സന്ദർശിച്ചതിന് ശേഷം അപ്പോസ്തോലന്മാർ മഹാപുരോഹിതന്മാർ ആയി എന്ന് നമ്മെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പെന്തിക്കോസ്തി അപ്പോസ്തോലന്മാരുടെ പട്ടം കൊടയായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2, the descent of the Holy Spirit is the baptism of the apostles. പരിശുദ്ധ ശിഷ്യന്മാരുടെ മാമോദീസായാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏവർക്കും സുപരിചിതനായ സ്വർണനാവുകാരനായ മോർ ഈവാനിയോസ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ 4-ാം നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് പോലീസിലെ ആർച്ച് ബിഷപ്പായിരുന്നു സ്വർണനാവുകാരനായ മോർ ഇവാനിയോസ്. സുറിയാനിയിൽ അദ്ദേഹത്തിന്റെ ആദ്യ പേര് ജോൺ, ഗ്രീക്കിൽ യു അനിസ്, അതാണ് സുറിയാനിയിൽ ഈവാനിയോസ് ആയത്. എന്നാൽ തൻ്റെ യുഹാനോൻ എന്നുള്ള പേരിൻ്റെ കൂടെ ഒരു വിശേഷണമാണ് ക്രിസോസ്റ്റമോസ്, സ്വർണനാവുകാരൻ. അതാണ് ആ പേരിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യ പ്രസംഗങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന് ആ പേർ, ഗ്രീക്കിൽ ക്രിസോസ്റ്റമോസ്, സുറിയാനിയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, യുവാനിസ് ഈവാനിയോസ്. പിതാവ് നമ്മളോട് പറയുകയാണ്, therefore together with the baptism of the Holy Spirit which came upon them who were present in the upper chamber. മാളിക മുറിയിൽ സന്നിഹിതരായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ മാമോദീസ ഏറ്റു. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 1:5 you shall be baptized with the Holy Spirit. ഇനിയും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തത് അവരുടെ മാമോദീസായെ സൂചിപ്പിക്കുകയാണ്. പിതാവ് വീണ്ടും പറയുന്നു, the apostles were also appointed and raised to the high priestly rank. ഈ നൽവരം ലഭിച്ചതോടുകൂടി അവർ മഹാപുരോഹിത ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. appointed and raised to the high priestly rank. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് അവരുടെ മാമോദീസ എന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെന്തിക്കോസ്തി is the mystery of the kenosis of the Holy Spirit. എങ്ങനെ പുത്രൻ തമ്പുരാൻ തന്നെ സ്വയമായി സമർപ്പിച്ചുവോ അത് തന്നെ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ സമർപ്പണമാണ് പെന്തിക്കോസ്തി. കീനോസിസ് എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നാം കാണുന്ന പദപ്രയോഗം പരിശുദ്ധ പിതാക്കന്മാർ എങ്ങനെ പുത്രൻ തന്നെ സ്വയമായി താഴ്ത്തിയോ എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരവ് is the kenosis of the Holy Spirit. അതാണ് പെന്തിക്കോസ്തി. പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിന്റെ പിതാവാം ദൈവമാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്, പുത്രനെ അയക്കുന്നതും പിതാവാം ദൈവം എന്നതുപോലെ kenosis of the Holy Spirit എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു.
പരിശുദ്ധ റൂഹ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു. പ്രത്യേകിച്ച് പറഞ്ഞാൽ സഭയിലേക്ക് അയക്കപ്പെട്ടു. അത് പുത്രന്റെ നാമത്തിലാണ് പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. ആയതിനാൽ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ അയക്കുന്നുവെങ്കിൽ അത് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളായിരിക്കണം. To attain the Holy Spirit, one needs to belong to Christ's body. ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗങ്ങളാകാതെ, അവന്റെ നാമത്തെ വഹിക്കാതെ നമുക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധ്യമാവില്ല. പലപ്പോഴും നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദേവാലയത്തിൽ പോകണ്ട. പിന്നെ ചില യുവജനങ്ങളുടെ ഇടയിലും പ്രായമുള്ളവരുടെ ഇടയിലും എന്തിനാണ് സഭയിലെ അംഗങ്ങളാകുന്നത്, വൈ ഷുഡ് വി ബി പാർട്ട് ഓഫ് ദ ചർച്ച് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിച്ചേക്കാം. പക്ഷേ പിതാക്കന്മാർ നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാരണം പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചത് ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് സഭയിലേക്കാണ്. കാരണം വന്നത് അവിടെ ഇത്രയും പേർ കൂടിയിരുന്നിട്ടും പരിശുദ്ധാത്മാവ് ആവസിച്ചത് ശിഷ്യ സമൂഹത്തിന്മേലാണ്. The Holy Spirit descended upon the church. So if you need to receive the Holy Spirit, you have to belong to Christ's body. ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഭാഗമാകാതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സാധ്യമാവുകയില്ല. കാരണം ക്രിസ്തുവിന്റെ നാമം നാം വഹിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവാസം അപ്പോസ്തോലന്മാരുടെ മാമോദീസായായി പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം മൂലം വിശുദ്ധ കുർബാന, കർത്താവ് കുർബാന സ്ഥാപിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ കുർബാനയുടെ ആഘോഷമാണ്. The celebration, not the establishment. കുർബാന മാളികമുറിയിൽ കർത്താവ് സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആവാസം, കാരണം ആദ്യ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് കുർബാന ആഘോഷിക്കുന്നത് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമാണ്. അതുകൊണ്ട് പെന്തിക്കോസ്തി is the celebration of the Holy Eucharist. 2 പത്രോസ് 1:4 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, partakers of the divine nature. ദൈവത്തോടുകൂടെ നാം കൂട്ടാളികളാകുകയാണ്. partakers, അത് ഈ കുർബാന ആഘോഷത്തിലൂടെയാണ് പരിശുദ്ധ ശ്ലീഹന്മാർ partakers of the divine nature ആയി എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം കുർബാന സ്ഥാപിച്ചു, എന്നാൽ പെന്തിക്കോസ്തി മുതൽ കുർബാന ആഘോഷിക്കുകയാണ്. Commencing the celebration of the Holy Eucharist. കാരണം പെന്തിക്കോസ്തിക്ക് മുമ്പ് വരെ പ്രാർത്ഥനയിലും യാചനകളിലും മാത്രമാണ് അപ്പോസ്തലന്മാർ ഒതുങ്ങി നിൽക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1:14 വളരെ വ്യക്തമാണ്. എന്നാൽ പെന്തിക്കോസ്തിക്ക് ശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 2:42 പറയുന്നുണ്ടല്ലോ, അപ്പം മുറിക്കുന്നു. അവിടെയാണ് വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷവും പുനരാരംഭവും. കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി മിസ്റ്ററീസ്. പ്രാർത്ഥനയിലൂടെ, അപ്പം മുറിക്കുന്നതിലൂടെ വിശുദ്ധ രഹസ്യങ്ങളെ പരസ്യമായി പരിശുദ്ധ ശിഷ്യ സമൂഹം ആഘോഷിക്കുകയാണ്. അത് പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിന്റെ നൽവരത്തിലാണ്. സഭയിലും ഇന്ന് നാം വിശുദ്ധ കുർബാന പരസ്യമായി ആഘോഷിക്കുന്നതിന്റെ പദപ്രയോഗം എപ്പിക്ലീസിസ് എന്നാണല്ലോ. അതും പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. അവിടെ കാർമികൻ കുർബാനമേൽ ആഘോഷിക്കുമ്പോൾ അവിടെ കുർബാനയിൽ മേൽ മാത്രമല്ല, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടെ
പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നു. So the epiclesis happens to the holy mysteries, but the whole community, സന്നിധരായിരിക്കുന്ന സമൂഹം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. അതുകൊണ്ട് പെന്തിക്കോസ്തിയിൽ the celebration of the Eucharist. നാലാമത് പെന്തിക്കോസ്തി, the beginning of priesthood, പൗരോഹിത്യത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ പൗരോഹിത്യ നൽവരങ്ങൾ അത് നിവർത്തിതമാകുന്നത്. ഉത്ഥാന പെരുന്നാളിന് ശേഷം കർത്താവ് ശിഷ്യ സമൂഹത്തിന്മേൽ വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറയുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ. അത് പൂർത്തീകരിക്കപ്പെടുകയാണ് പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി. പൗരോഹിത്യ നൽവരം, പൗരോഹിത്യ ദൗത്യ നിർവഹണം ആരംഭിക്കുകയായി. അത് കൃപയിലൂടെ, പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിൽ കൃപയിലൂടെ ഇതാ പൗരോഹിത്യ നൽവരം, പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്. വീണ്ടും റോമിലെ ബിഷപ്പായിരുന്ന പരിശുദ്ധനായ മോർ ക്ലിമീസ് പിതാവ് കൊറിന്ത്യർക്ക് എഴുതിയ തൻ്റെ ആദ്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: The apostles proclaimed the good tidings. അവർ സുവിശേഷം എല്ലാവരെയും അറിയിച്ചു, അവർ പ്രസംഗിച്ചു. And baptizing and appointing shepherds, അവർ മാമോദീസ നൽകി, അതോടൊപ്പം ഇടയന്മാരെ നിയമിക്കുകയും ചെയ്തു. Imparting the priesthood to them whom they judged were worthy to minister. അവർ ആരൊക്കെ പൗരോഹിത്യത്തിന് ഉചിതം എന്ന് തോന്നിയവർക്ക് ശുശ്രൂഷകന്മാരാകുവാൻ, മിനിസ്റ്റേഴ്സ് ആകുവാൻ, പുരോഹിതന്മാർ ആകുവാൻ അവർക്ക് നിയോഗം നൽകുകയും ചെയ്തു എന്ന് പരിശുദ്ധനായ മോർ ക്ലിമീസ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പെന്തിക്കോസ്തി ശിഷ്യ സമൂഹത്തിന് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭമായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കേവർക്കും അറിയാമല്ലോ, പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിത് ഉയർത്തിയപ്പോൾ ദൈവം മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ഭാഷകളെ ഭിന്നിച്ചതായി നാം വായിക്കുന്നു. ഒരിടത്ത് ആത്മാവിറങ്ങി വന്ന് ഭിന്നത സൃഷ്ടിച്ചെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ അതേ ആത്മാവ് ഇറങ്ങി വന്ന് ഐക്യമാണ് സൃഷ്ടിക്കുന്നത്. അന്ന് ഭാഷകൾ ഭിന്നമായി പരസ്പരം മനസ്സിലാകാതെ ചിന്നിച്ചിതറിപ്പോയപ്പോൾ ഇതാ ശിഷ്യ സമൂഹത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിന് മുഴുവൻ അവരവരുടെ ഭാഷയിൽ ശിഷ്യ സമൂഹം സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇടയായി. ബാബേലിൽ ഭാഷകൾ ഭിന്നിച്ചുവെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ ഭാഷകളെ ഒന്നിപ്പിക്കുകയാണ്. ഒരു ഭാഷയല്ല, എന്നാൽ സംസാരിച്ച ഭാഷ ഏവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്, ബാബേലിൽ ഇറങ്ങി വന്ന് മനുഷ്യ നാവുകളെ ചിതറിച്ചു എങ്കിൽ ഇതാ തീനാമ്പായി ഇറങ്ങി അവരെ ഐക്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഏക ശബ്ദത്തിൽ അവർ പരിശുദ്ധാത്മാവിന് സ്തുതി പാടി. പരിശുദ്ധ പിതാക്കന്മാർ പറയുകയാണ്, പഴയ നിയമത്തിൽ ബാബേലിൽ
ഭാഷകൾ ഭിന്നിച്ചുവെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ ശിഷ്യസമൂഹം ഒരുമയിലേക്ക് വിളിക്കപ്പെട്ടു. അവർ സംസാരിച്ച ഭാഷയിൽ, അന്യഭാഷകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഏക ശബ്ദത്തിൽ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിയെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ബാബേലിന്റെ അനുഭവവും പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഒരിടത്ത് ചിതറിച്ചുവെങ്കിൽ അതിനെ ഇല്ലാതാക്കി ഐക്യമുള്ളതാക്കി തീർക്കുകയാണ് പുതിയ നിയമത്തിൽ. വേദപുസ്തകത്തിലെ പെന്തിക്കോസ്തി സംഭവത്തിന്റെ ചില വ്യാഖ്യാനങ്ങളും പിതാക്കന്മാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ 7-ാം ദിവസത്തെ പഠന പരമ്പര അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. When the day of Pentecost had come, they were all together in one place. പെന്തിക്കോസ്തി നാളിൽ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലത്ത്, one place, അതിന് പിതാക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്. അത് പറയുവാൻ കാരണമുണ്ട്. പഴയ നിയമത്തിൽ നിയമം നൽകപ്പെട്ടത് സീനായി മലയിലാണ്. ഇതാ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ സിയോൻ പർവ്വതത്തിൽ നൽകപ്പെടുന്നു. യെരുശലേം സിയോൻ പർവ്വതത്തിലാണ് എന്ന് നമുക്കറിയാമല്ലോ. പെന്തിക്കോസ്തി 10 കൽപ്പന നൽകിയതിൻ്റെ ആനിവേഴ്സറിയാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച്. അത് പർവ്വതത്തിന്മേൽ, സീനായ് പർവ്വതത്തിൽ നൽകപ്പെടുന്നു. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ സിയോൻ പർവ്വതത്തിൽ വെച്ച് നൽകപ്പെടുന്നു. നിയമങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ, അതൊരു ഉയർന്ന സ്ഥലത്താണ് നൽകപ്പെട്ടത്. ഇതാ പരിശുദ്ധാത്മാവും സിയോൻ പർവ്വതത്തിൽ മാളിക മുറിയിൽ, ഇംഗ്ലീഷിൽ അപ്പർ റൂം എന്നാണ്, അതും ഉയർന്ന സ്ഥലത്ത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പിതാക്കന്മാർ പറയുകയാണ്. ഇതാ നിയമം സീനായ് പർവ്വതത്തിൽ, ഉയർന്ന പർവ്വതത്തിൽ നൽകപ്പെടുമ്പോൾ ഇതാ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സിയോൻ പർവ്വതത്തിൽ, മാളിക മുറിയിൽ, ദി അപ്പർ റൂം ഇൽ നൽകപ്പെടുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ വ്യാഖ്യാനം പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. Mount Sinai, Mount Zion, elevated mountain, the upper room. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്, നിയമം നൽകപ്പെട്ടു, പരിശുദ്ധാത്മാവ് സഭയിൽ നൽകപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവിടെ തീനാവായി ഇറങ്ങിയതായി നാം കാണുന്നു. തീനാമ്പ് പോലെ ഇറങ്ങി അത് വിഭജിച്ച് ഓരോ ശിഷ്യന്മാരുടെ മേൽ ഇരുന്നതായി വേദപുസ്തകം പറയുന്നുണ്ട്. തീനാമ്പ് പോലെയുള്ള നാവ് അവർക്ക് പ്രത്യക്ഷമായി, അത് പിളർന്ന് ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. And there appeared to them tongues as of fire, distributed and resting on each of them. തീയുടെ പ്രത്യേകത പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം അഗ്നിയിലാണ് പഴയ നിയമത്തിൽ അബ്രഹാമിനും മോശയ്ക്കും മനോആയ്ക്കും ഏലിയാവിനും പ്രത്യക്ഷപ്പെട്ടത്. That is the quality of the Lord, that he is seen in fire. ദൈവം പഴയ നിയമത്തിൽ പ്രത്യക്ഷമായത് അഗ്നിയായിട്ടാണ്.
കത്തി ജ്വലിക്കുന്ന അഗ്നിയായിട്ടാണ്. അത് അബ്രഹാമിനും മോശയ്ക്കും മനോവായിക്കും ഏലിയാവിനും വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. എന്നതുപോലെ ദൈവത്തെ, അല്ലേ, the Lord also is called fire. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, for our God is a consuming fire. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം സംഹരിക്കുന്ന അഗ്നിയാണല്ലോ. ദൈവത്തെ അഗ്നിയായി വേദപുസ്തകം സാക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ അഗ്നിയായി ദൈവം പ്രത്യക്ഷപ്പെടുന്നു. പുതിയ നിയമത്തിൽ ദൈവം അഗ്നിയാണ് എന്ന് അപ്പോസ്തലൻ സാക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ദൈവം പഴയ നിയമത്തിൽ ഉടമ്പടി കൊടുത്ത ദൈവവും പുതിയ നിയമത്തിൽ ശ്ലീഹന്മാരുടെ മേൽ ആവസിച്ച ദൈവവും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. രണ്ട് ഉടമ്പടിയും നൽകിയത് ഒരേ ദൈവം. The giver of both covenants is the same. ഇതാണ് ഈ അഗ്നിയുടെ സൂചന. പഴയ നിയമത്തിൽ ഉടമ്പടി നൽകിയത്, കൽപ്പന നൽകിയത്, പ്രത്യക്ഷപ്പെട്ടത് ദൈവം. ഇതാ പുതിയ നിയമത്തിലും അഗ്നിയായി പ്രത്യക്ഷപ്പെട്ടത് അതേ ദൈവം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ആണ്. എങ്ങനെ ദൈവം മുൾപടർപ്പിൽ ഇറങ്ങി വസിച്ചുവോ, ആ മുൾപടർപ്പ് കത്തിയെരിയാതിരുന്നത് പോലെ ഇതാ പുതിയ നിയമത്തിലും അഗ്നി ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചു, അവരെ ദഹിപ്പിച്ചില്ലാതാനും. പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടമ്പടി നൽകിയ ദൈവം, അഗ്നിയിൽ പ്രത്യക്ഷമായ പഴയ നിയമത്തിലെ ദൈവം ഇതാ പുതിയ നിയമത്തിലും അഗ്നിയായി പ്രത്യക്ഷപ്പെടുന്നു. ഉടമ്പടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നൽകിയത് അതേ ദൈവം. മുൾപടർപ്പിൽ അഗ്നിയായി ഇറങ്ങി മുൾപടർപ്പിനെ ദഹിപ്പിക്കാതിരുന്ന ദൈവം ഇതാ അഗ്നിയായി ശിഷ്യ സമൂഹത്തിന്മേൽ വ്യാപിച്ച് അവരെയും ദഹിപ്പിക്കാതിരുന്നു. പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം അഗ്നി അതിൻ്റെ ഉള്ളിൽ നാം കാണുന്ന ചപ്പും ചവറും അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെയും തീയിലിട്ടാൽ തീ അതിനെ ദഹിപ്പിക്കും, അല്ലേ? അഗ്നിയുടെ പ്രത്യേകത അതാണ്. സ്ട്രോ ആൻഡ് സ്റ്റബിൾ. സ്ട്രോയ്ക്ക് മലയാളത്തിൽ കച്ചി എന്നാണെന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്തതിനെയും അതിനെ സൂചിപ്പിക്കുന്നതാണ്. അതൊക്കെയും അഗ്നിയിലേക്ക് ഇട്ടാൽ അത് അഗ്നി ദഹിപ്പിച്ചു കളയും. എന്നാൽ അഗ്നിയിൽ പൊന്നോ വെള്ളിയോ മൂല്യമായത് ഇട്ടാൽ അതിനെ വിശുദ്ധീകരിക്കും. ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ that which is straw and stubble, അത് മലയാളത്തിൽ എനിക്ക് തർജ്ജിമ ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. പാഴായത് തീയിലിട്ടാൽ അത് ചാമ്പലാവും. എന്നാൽ മൂല്യമുള്ളത് സ്വർണം വെള്ളി അത് അഗ്നിയിലിട്ടാൽ അത് ശുദ്ധീകരിക്കുകയാണ്. എന്നതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപിക്കുമ്പോൾ, നമ്മളിൽ വന്ന് ഇറങ്ങുമ്പോൾ, നമ്മളിൽ പാഴായതിനെ, നമ്മുടെ പാപക്കറകളെ ദഹിപ്പിച്ചു കളയുകയും അതോടൊപ്പം വിശുദ്ധമായി ജീവിച്ചാൽ നമ്മെ അത് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ജീവിതം അനുസരിച്ചിരിക്കും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഊർജവും അനുഗ്രഹവും.
അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ ദഹിപ്പിക്കും. എന്നാൽ നമ്മളെ തന്നെ പവിത്രമായ പാത്രമായി ശുദ്ധീകരിച്ചുകൊണ്ട്, നിരന്തരമായി ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ പൊന്നും വെള്ളിയും അത് അലങ്കാര വസ്തുവും വളരെ വില കൂടിയതുമാകുന്നത് പോലെ നാമും വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് അഗ്നി ദഹിപ്പിക്കാതെ നമ്മുടെ പാപക്കറകളെ ഇല്ലാതാക്കിക്കൊണ്ട്, പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കുന്നതോടുകൂടി നാം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ സാധ്യമാകും എന്നുള്ളത് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സോ വി ഹാവ് എ ചോയ്സ്. നമ്മുടെ മുൻപാകെ നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവമേ, നിന്നെ വേദനിപ്പിച്ച് ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ കോപം ഏറ്റുവാങ്ങരുതേ. പിന്നെയോ പൊന്നും വെള്ളിയും വിശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഞങ്ങളും വിശുദ്ധീകരിക്കപ്പെടുവാനും നീ ഞങ്ങളിൽ കത്തിജ്വലിച്ച് ഞങ്ങളുടെ ആത്മാക്കൾക്ക് തിളക്കം നൽകുന്നതുമാക്കി തീർക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് മാമോദീസായിൽ നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനമാണ്, അല്ലേ? ദ ഡിവൈൻ ഗാർമെന്റ് ഓഫ് സാൽവേഷൻ, നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്ന രക്ഷാ കവചം, ദ ഗാർമെന്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ അങ്കി ധരിച്ചപ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇത്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരം. അത് മനസ്സിനും ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ തിളക്കം നൽകും. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. യെരുശലേമിലെ മോർ കൂറിലോസ്, അലക്സാന്ദ്രിയോസിലെ കൂറിലോസ് അല്ല, യെരുശലേമിലെ കൂറിലോസ്. അദ്ദേഹം യെരുശലേമിലെ 4-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹം ഈ അഗ്നിയെക്കുറിച്ച് പറയുകയാണ്. They partook of fire. അവർ അഗ്നിയെ സ്വീകരിച്ചു. Not of burning but of saving fire. ദഹിപ്പിക്കുന്നതല്ല, പിന്നെയോ രക്ഷിക്കുന്ന അഗ്നിയെ അവർ കൈക്കൊണ്ടു. Of fire which consumes the thorns of sins but gives luster to the soul. എന്നാൽ ആ അഗ്നി നമ്മുടെ പാപ മുള്ളുകളെ ദഹിപ്പിക്കുകയും ആത്മാവിന് തിളക്കം നൽകുകയും ചെയ്യുന്നു. നാം എല്ലാവരും ഈ അഗ്നി കൈക്കൊള്ളുന്നവരാണ്. ദൈവമേ, ഞങ്ങളുടെ പാപ മുള്ളുകളെ ദഹിപ്പിച്ചു കളഞ്ഞ് ഞങ്ങളുടെ ആത്മാക്കൾക്ക് തിളക്കം നൽകണമേ എന്ന് പരിശുദ്ധനായ കൂറിലോസ് പിതാവ് പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയണം. ആറാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലെ പാത്രിക്കീസായിരുന്ന പരിശുദ്ധനായ മോർ സേവേറിയോസ് പിതാവ് അപ്പോസ്തോല പ്രവൃത്തികളെ കുറിച്ചുള്ള തൻ്റെ കൃതികളിൽ ഇപ്രകാരം പറയുന്നു. വീണ്ടും ഈ അഗ്നിയെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. The Godhead of the Spirit, the Paraclete, പാറക്കലീതായാം ദൈവം, in the shape of tongues of fire, തീ നാവ് പോലെ പരിശുദ്ധ ശ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി. എന്തിന്? In order that they might burn and destroy the thorns. പിതാവായ ആദാമിന്റെ പാപം മൂലം ജീവിതത്തിൽ ഏറ്റ പാപത്തിന്റെ മുള്ളുകളെ ഇല്ലാതാക്കുവാൻ പരിശുദ്ധ റൂഹായാം പാറക്കലീത്ത ശിഷ്യ സമൂഹത്തിന്മേൽ അഗ്നിനാവായി ഇറങ്ങി വസിച്ചുവെന്ന് പരിശുദ്ധനായ മോർ സേവേറിയോസ് പിതാവ് പറയുന്നുണ്ട്. നമ്മുടെ മേലും നമ്മുടെ പാപക്കറകളെ ഇല്ലാതാക്കുവാൻ പരിശുദ്ധാത്മാവ് മൂറോൻ അഭിഷേകത്താൽ നമുക്ക് നൽകപ്പെട്ടു.
കുംഭസാരത്തിലൂടെ അത് വീണ്ടും പുതുക്കപ്പെടുന്നു. കുർബാന അനുഭവത്തിലൂടെ നാം പുനരുദ്ധരിക്കപ്പെടുന്നു. കുർബാന അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നവീകരിക്കപ്പെടുന്നു. നമുക്ക് എത്രയോ എത്രയോ അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയാണ്. നാം അത് ഭക്തിപൂർവം വിനിയോഗിക്കുക മാത്രമാണ് വേണ്ടത്. നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച മരുഭൂമിയിലെ വിളക്കെന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധനായ മോർ മക്കാറിയോസ് പിതാവ് തൻ്റെ ആത്മീയ പ്രസംഗങ്ങളിൽ 26-ാമത്തെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: As the Lord puts on the body, leaving behind all principality and power. എങ്ങനെ നമ്മുടെ കർത്താവ് തൻ്റെ സർവമഹിമയും വെടിഞ്ഞ് ശരീരം ധരിച്ചുവോ എന്നതുപോലെ a Christian needs to put on the Holy Spirit. അങ്ങനെ വേണം ഒരു ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിനെ ധരിക്കുവാൻ. ആ പരിശുദ്ധാത്മ ധാരണം മൂലം നാം we are at rest. നാം നിത്യവിശ്രമത്തിലേക്ക്, അത് മരണത്തെക്കുറിച്ചല്ല, നമ്മുടെ a rest of the soul, നമ്മളിലുള്ള പരിഭവങ്ങൾ മാറ്റപ്പെടുകയാണ്. അതിന് പരിശുദ്ധാത്മാവിനെ ധരിക്കണം എന്ന് മോർ മക്കാറിയോസ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 14-ാം വാക്യം. പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നതിന് പരിശുദ്ധ പിതാക്കന്മാർ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്: അവിടെ ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു, അനേകർ ഉണ്ടായിരുന്നു, ദൈവമാതാവ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ സംസാരിക്കുവാൻ എഴുന്നേറ്റത് പത്രോസ് ശ്ലീഹായാണ്. പിതാക്കന്മാർ പറയുന്നു, he speaks as a shepherd on behalf of his sheep with the 11. ബാക്കിയുള്ള 11 പേരോടൊപ്പം അവർക്ക് വേണ്ടി ആടുകളുടെ ഇടയനായി ഒരാൾ സംസാരിക്കുന്നു. ഐക്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സഭയുടെ ഐക്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ 11 പേർ ഉണ്ടായിരുന്നു. മറ്റ് കർത്താവിൻ്റെ ശിഷ്യ സമൂഹവും മാതാവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും 11 പേർക്ക് വേണ്ടി ഒറ്റ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്നത് ഏക ശബ്ദമാണ്. ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, സഭയുടെ ഐക്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏകസ്വരത്തിൽ അവരുടെ എല്ലാവരുടെയും നാവായി പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് സംസാരിച്ചു. അവര് പത്രോസ് ശ്ലീഹായിലൂടെ അവരെ തന്നെ പ്രഘോഷിച്ചു എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ലോകത്ത് അത് കഴിയുമോ? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകളിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ എക്യൂമെനിക്കൽ ജീവിതത്തിൽ, നമ്മുടെ ലോകവുമായിട്ടുള്ള സംസർഗത്തിൽ ഏക ശബ്ദമായി ഏവരുടെയും അഭിപ്രായം പറയുന്ന ഇടയനായി എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ? കുടുംബത്തിൽ അത് ഗൃഹനാഥനായിരിക്കണം. ഇടവകളിൽ ഇടവുകളെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. ഭദ്രാസന തലത്തിൽ ഭദ്രാസനത്തെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. സഭാതലത്തിൽ സഭയെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. ലോക നേതൃത്വത്തിൽ ജനത്തെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. ഇന്ന് എല്ലാവർക്കും ശബ്ദമാകുവാനാണ് ആഗ്രഹം. Everyone wants to speak. അതുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്നത് കൊണ്ട് ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല, പരസ്പരം കേൾക്കുവാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ശബ്ദം മാത്രം, ഒരു നാവ് മാത്രം സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവരും സംസാരിക്കുകയാണെങ്കിൽ വേറെ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല,
പരസ്പരം കേൾക്കുവാനും സാധ്യമാവില്ല. നമ്മുടെ കുടുംബജീവിതവും ഇടവക ജീവിതവും സഭാജീവിതവും ഒക്കെ പല ഇടങ്ങളിലെങ്കിലും ഇതിലേക്ക് നീങ്ങിപ്പോകുന്നില്ലേ എന്ന് പുനർപരിശോധിക്കേണ്ടി ഇരിക്കുന്നു. നമ്മുടെ ഐക്യം എവിടെ? പരിശുദ്ധനായ മോർ ഈവാനിയോസ്, സ്വർണനാവുകാരനായ മോർ ഈവാനിയോസ് പറഞ്ഞു, The 11 stood by as witnesses to what he said. പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റ് സംസാരിക്കാനൊന്നും തുടങ്ങിയില്ല. അവർ സാക്ഷികളായി അവിടെ നിന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ സഭാജീവിതങ്ങളിൽ, നമ്മുടെ ഇടവക ജീവിതങ്ങളിൽ അങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കുവാൻ ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ആ സത്യത്തിന് സാക്ഷ്യം, അനീതിക്കെതിരെ ശബ്ദമുയർത്തണം, സംശയമൊന്നും വേണ്ട. എന്നാൽ സത്യത്തിന് ഒരു ശബ്ദം, നീതിക്ക് ഒരു ശബ്ദം, ഐക്യത്തിന് ഒരു ശബ്ദം ഉണ്ടാകുവാൻ നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരട്ടെ. പെന്തിക്കോസ്തിയെക്കുറിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു പിതാവാണല്ലോ പരിശുദ്ധനായ മോർ എഫ്രൈം. 4-ാം നൂറ്റാണ്ടിൽ നിസിബിസിൽ ഒരു ഷെമ്മാശനായി മാത്രം ജീവിച്ച, ഞാൻ മാത്രം എന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഷെമ്മാശന്മാർക്കൊന്നും പ്രാധാന്യമില്ല എന്നുള്ളത്. എന്നാൽ ഇതാ സഭയുടെ വളരെ ആദരിക്കപ്പെട്ട ഒരു പിതാവ്. ഹി വാസ് എ ഡീക്കൺ, ഒരു ഷെമ്മാശനായിരുന്നു. വളരെ കാര്യപ്രാപ്തിയുള്ള നിസബിസിലെ മോർ യാക്കോബ് പിതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന പരിശുദ്ധനായ മോർ എഫ്രൈം ഇപ്രകാരം നമ്മളോട് പറയുന്നു, He sent the Holy Spirit and sanctified the church. ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. He sent forth the apostles to preach the gospel to the nations. പരിശുദ്ധാത്മാവിനെ സഭയെ വിശുദ്ധീകരിക്കുവാൻ അയച്ചുവെങ്കിൽ ഇതാ അവൻ അപ്പോസ്തോല സമൂഹത്തെ രാജ്യങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുന്നു. നമ്മൾ അവൻ്റെ ആടുകൾ, അവൻ നമ്മളുടെ ഇടയൻ, ഇപ്പോഴും ഇനിയും പറുദീസയിലും. We are his flock and he is our shepherd, both now and in paradise. നമ്മുടെ ഇടയൻ ഇവിടെയും വരും ലോകത്തും ഒരാളെ ഉള്ളൂ എന്നുള്ള സത്യം ഈ പെന്തിക്കോസ്തിയിലൂടെ നാം മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധനായ മോർ എഫ്രൈം പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. 7 ദിവസം കഴിഞ്ഞു, 8ഉം 9ഉം ദിവസം ഇനി ബാക്കിയുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ ഈ പഠിച്ച വേദപുസ്തകം, ആരാധന, വേദശാസ്ത്രം നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നാളെ പെന്തിക്കോസ്തി ശുശ്രൂഷയ്ക്കായി നമുക്ക് എങ്ങനെ ഒരുങ്ങാം, അതിന് നമുക്ക് മാർഗം പറഞ്ഞു തരുന്നത് ശിഷ്യ സമൂഹം തന്നെയാണ്. ശിഷ്യന്മാർ എങ്ങനെ പെന്തിക്കോസ്തിക്കായി ഒരുങ്ങിയതുപോലെ നമുക്കും പെന്തിക്കോസ്തിക്കായിട്ട് ഒരുങ്ങാം. അത് നിങ്ങളുമായി നാളെ ഞാൻ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ഈ പഠന പരമ്പര ഞാൻ സമാപിക്കട്ടെ. സമാപനത്തിന് ഞാൻ ഉപയോഗിക്കുന്ന പിതാവ് ഏവർക്കും സുപരിചിതനായ കപ്പഡോഷ്യൻ പിതാക്കന്മാർ, സീസറിയയിലെ ബിഷപ്പായിരുന്ന മഹാപരിശുദ്ധനായ മോർ ബസേലിയോസ് പിതാവിനെയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു. പരിശുദ്ധനായ നിസായിലെ
ഗ്രിഗോറിയോസ് പിതാവിൻ്റെ സഹോദരൻ. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഇത് പെന്തിക്കോസ്തിയുമായിട്ട് ബന്ധമുണ്ട്. Through the Holy Spirit comes our restoration to paradise. പരിശുദ്ധാത്മാവിനാൽ നാം പറുദീസയിലേക്ക് വീണ്ടും പ്രവേശിക്കപ്പെടുകയാണ്. Our ascension into the kingdom of heaven, സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ആരോഹണം പരിശുദ്ധാത്മാവ് വരുന്നതിലൂടെയാണ്. Our return to the adoption of sons, പുത്ര സ്വീകാര്യത്തിന് അല്ലെങ്കിൽ പുത്രത്വത്തിന് നാം അർഹരാകുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ്. Our liberty to call God our Father, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ പരിശുദ്ധാത്മ നൽവരത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. Our being made partakers of the grace of Christ, ക്രിസ്തുവിൻ്റെ കൃപയിൽ പങ്കാളികളാക്കപ്പെടുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലമാണ്. Our being called children of light, പ്രകാശത്തിൻ്റെ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലമാണ്. Our sharing in eternal glory, നിത്യമായ മഹത്വത്തിൽ നാം പങ്കു ചേരുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ്. And in a word, our being brought into a state of all fullness of blessing, എല്ലാ കൃപകളുടെയും പരിപൂർണതയിൽ നമ്മളെ കൊണ്ടുവരുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. അത് in this world and the world to come, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് വേണ്ടി വാഗ്ദാനം, വിശ്വാസത്തിലൂടെ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത നല്ല ദാനങ്ങളെ നാം പ്രാപിക്കുന്നത് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ്. എത്രമാത്രം പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനായി നിരന്തരമായി നാം പ്രാർത്ഥിക്കണം എന്നുള്ളത്. കർത്താവിൽ പ്രിയരെ, സഭയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥന, അതിൻ്റെ ഇംഗ്ലീഷ് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ പഠന പരമ്പര അവസാനിപ്പിക്കട്ടെ. Blessed are you, O Christ our God, who made fishermen all wise by sending down upon them the Holy Spirit, and through them drawing all the world into your net. O loving one, glory be to you. തൻ്റെ ആവസിപ്പ് മൂലം ശിഷ്യ സമൂഹത്തെ വിജ്ഞാനികളാക്കി നിന്റെ വലയിലേക്ക് വിളിച്ച കർത്താവാം ദൈവമേ, നീ അനുഗ്രഹീതനാകുന്നു. അല്ലയോ സ്നേഹം നിറഞ്ഞ ദൈവമേ, നിനക്ക് മഹത്വം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.